നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. കേരള കൗമുദിയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, രാജീവം വിടരാൻ രാജീവ് ചന്ദ്രശേഖർ. കേരള BJPക്ക് പുതിയ പ്രസിഡന്റ്, പ്രഖ്യാപനം ഇന്ന്. മുൻ കേന്ദ്രമന്ത്രിയും വ്യവസായ പ്രമുഖനുമായ രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചതിലൂടെ കേരള രാഷ്ട്രീയത്തിൽ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് BJP. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന പാർട്ടി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ പ്രകാശ് ജാവേദ്കറാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് നിർദ്ദേശിച്ചത്. കേരളത്തിൽ താമര വിരിയാൻ കേന്ദ്ര നേതൃത്വം നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ പദ്ധതിയുടെ സൂചനയായാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഒപ്പം സുരേഷ് ഗോപിയുടെയും വി മുരളീധരൻ്റെയും രാജീവ് ചന്ദ്രശേഖറിൻ്റെയും കെ സുരേന്ദ്രൻ്റെയും ഒക്കെ ചിത്രം നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടിടതുവശത്തായി റാന്നി കാക്കൂട്ട് കോയിക്കൽ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച ദർശന പുണ്യം. ആചാരം ലംഘിച്ചത് SNDP യോഗം പെരുന്നാട് സംയുക്ത സമിതി. ഷർട്ട് ധരിച്ച് പ്രവേശിക്കരുതെന്ന ആചാരം SNDP യോഗം പെരുന്നാട് സംയുക്ത സമിതി അവഗണിച്ച് ക്ഷേത്ര ദർശനം നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പെരുന്നാട് കക്കാട്ടുകൊയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് 50ഓളം പേർ ഇന്നലെ ഷർട്ട് ധരിച്ച് പ്രവേശിച്ചത് എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. അതിൻ്റെ താഴെ രമേശ് ചെന്നിത്തലയുടെ ഗാന്ധിഗ്രാം പദ്ധതി 15 വർഷം തികയ്ക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജികൾ സംഘടിപ്പിച്ച ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നതിനെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പത്മശ്രീ ലക്ഷ്മിക്കുട്ടി അമ്മയെ വണങ്ങുന്നു. പ്രശാന്ത് യശ്വന്ത് അംബേദ്കർ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ സമീപം. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ, ഇനി രാജീവ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ, ജഡ്ജിയുടെ വീട്ടിൽ നോട്ട്, പോലീസ് ഫയർഫോഴ്സ് നടപടികളിൽ ദുരൂഹത, പുകമറ. വിവരം ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചത് 17 മണിക്കൂർ കഴിഞ്ഞ്. കത്തിയതുൾപ്പെടെ നോട്ടുകെട്ടുകൾ നിലത്തുനിന്ന് മാറ്റി. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീടിന് പുറത്തെ സ്റ്റോർ മുറിയിൽ ചാക്ക് കണക്കിന് പണം കണ്ടെത്തിയതിൽ അടിമുടി ദുരൂഹത. 17 മണിക്കൂർ കഴിഞ്ഞാണ് ഡൽഹി ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസിനെ പോലീസ് സംഭവം അറിയിച്ചത്. ഭോപ്പാലിലായിരുന്നു ജസ്റ്റിസ് വർമ്മയും ഭാര്യയും ഡൽഹിയിൽ മടങ്ങിയെത്തിയതിനു ശേഷമായിരുന്നു ഇത്. കണ്ടെത്തിയതായി പറയുന്ന നോട്ടുകെട്ടുകൾ ഇതിനിടെ സ്ഥലത്തു നിന്ന് മാറ്റിയെന്നും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. അതിന് അടുത്ത ഭാഗത്തായി കേരള BJPയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒപ്പം രാജീവ് ചന്ദ്രശേഖറിൻ്റെയും മറ്റ് BJP നേതാക്കന്മാരുടെയും ചിത്രവും നൽകുന്നുണ്ട്. വേനൽ മഴയ്ക്ക് സാധ്യത, ഉയർന്ന താപനില തുടരുമെന്ന വാർത്തയ്ക്ക് ഇടത്ത് മധ്യഭാഗത്തായി ചെറിയ പ്രാധാന്യം നൽകുന്നു. സംസ്ഥാനത്ത് ഈ ആഴ്ച പരക്കെ വേനൽ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട മിന്നലോടുകൂടിയ മഴയാകും ലഭിക്കുക. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ കാറ്റിനും സാധ്യതയുണ്ട്. ചില അവസരങ്ങളിൽ കാറ്റിൻ്റെ വേഗത 50 കിലോമീറ്ററായി ശക്തി പ്രാപിക്കാനും സാധ്യത. മലയോര മേഖലയിൽ കഴിയുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. ഇന്നലെ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഴ ലഭിച്ചു. ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഗാസ വീണ്ടും പഴയപടി, 1.5 ലക്ഷം കടന്ന മരണം. ഇസ്രായേലിൻ്റെ വ്യാപക ആക്രമണം. തെക്കൻ ഗാസയിൽ ഹമാസ് രാഷ്ട്രീയ നേതാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം നൽകുന്നു മലയാള മനോരമ. അതിന് താഴെയായി 38 ദിവസം നീണ്ട ആശുപത്രിവാസം കഴിഞ്ഞു. മാർപ്പാപ്പ മടങ്ങിയെത്തി അമ്മയുടെ അരികിലേക്ക്. വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നത് പോലെയായിരുന്നു ആ വരവ്. വത്തിക്കാൻ സിറ്റിയുടെ നേരെ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് മടങ്ങിയെത്തുമ്പോഴെല്ലാം ഓടിയെത്താറുള്ള മാതാവിൻ്റെ അരികിലേക്കുള്ള ആ വരവ് 5 ആഴ്ചത്തെ ആശുപത്രിവാസം കഴിഞ്ഞാണെന്ന് ഓർമ്മിപ്പിച്ചത് മൂക്കിൽ ഘടിപ്പിച്ചിരുന്ന ഓക്സിജൻ ട്യൂബ് മാത്രം. ഉന്മേഷത്തോടെ റോമിലെ ജമേലി ആശുപത്രി ബാൽക്കണിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രമാണ് ഒപ്പം നൽകിയിരിക്കുന്നത്. ലഹരി വിരുദ്ധ പോരാട്ടം, മുഖ്യമന്ത്രിയുടെ യോഗം ഇന്ന്. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുമെന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ലഹരിക്കെതിരെ ഒരുങ്ങുന്ന സമഗ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട MP രാജേഷിൻ്റെ ഒരു പ്രത്യേക കോളം നൽകിയിരിക്കുന്നു. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ ആശാ വർക്കർമാരുടെ സമരം, സൂര്യനെ പഴമുറം കൊണ്ട് മറയ്ക്കുവാനുള്ള ശ്രമമെന്ന മന്ത്രി വാസവൻ. അങ്ങനെ പഴമുറത്തിനും കാരണഭൂതനായി എന്നുള്ളതാണ് ആ കാർട്ടൂൺ തലക്കെട്ട്. ഗാസ ആക്രമണം വേദനിപ്പിക്കുന്നുവെന്ന് മാർപ്പാപ്പ എന്ന വാർത്തയ്ക്കും ചെറിയ പ്രാധാന്യം നൽകുന്നു മലയാള മനോരമ. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ, കരുത്തോടെ പാപ്പ എന്ന തലക്കെട്ടോടുകൂടി മാർപ്പാപ്പ ആശുപത്രിവാസത്തിനു ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ചിത്രം നൽകിയിരിക്കുന്നു. അതിന് വലതുഭാഗത്തായി അമരത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന തലക്കെട്ടോടുകൂടി BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തുന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു മാതൃഭൂമി. അതിന് ഇടതുഭാഗത്തായി 6000 കോടിയുടെ കടമെടുപ്പിൽ അനിശ്ചിതത്വം, ട്രഷറി നിയന്ത്രണം വന്നേക്കും. കേന്ദ്രാനുമതി ഇന്ന് നിർണായകം. 1 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ ക്യൂവിലേക്ക് മാറ്റിയേക്കും. ഇതുവരെ എടുത്തത് 5990 കോടി എന്നത് സ്പെഷ്യൽ ഒരു കോളമായി നൽകിയിട്ടുണ്ട്. കുടിയേറ്റ കുട്ടികൾ കുടുങ്ങില്ല. വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ പേരിലുള്ള തട്ടിപ്പ് തടയാൻ അതോറിറ്റി. വിദേശത്ത് പഠിക്കുന്ന 2.5 ലക്ഷം കുട്ടികൾ. വിദ്യാർത്ഥി കുടിയേറ്റത്തിൽ മുന്നിൽ എറണാകുളം ജില്ലയാണ്. 43,990 പേർ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയി. 43,990 പേർ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയി. കോട്ടയത്ത് 35,382 പേർ, കണ്ണൂരിൽ 23,512 പേർ, കൊല്ലത്ത് 21,607 പേർ. തൊട്ടു പിന്നാലെ ഏറ്റവും കുറവ് വയനാടാണ്, 3,750 പേർ. കാസർഗോഡ് 4,391 പേർ ജില്ലകളിൽ നിന്നാണ്.
കൂടുതൽ പേർ പോകുന്നത് ബ്രിട്ടൻ, കാനഡ, യൂറോപ്യൻ യൂണിയൻ, ഗൾഫ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അമേരിക്ക, ചൈന എന്നിവിടങ്ങളിലേക്കാണ്. ക്ഷേമ പെൻഷൻ 27 മുതൽ എന്ന വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം നൽകുന്നു മാതൃഭൂമി. അതിന് താഴെയായി ഛത്തീസ്ഗഡിൽ 22 മാവോവാദികൾ കീഴടങ്ങി. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ തലയ്ക്ക് 11 ലക്ഷം രൂപ വിലയിട്ടിരുന്ന 6 പേർ ഉൾപ്പെടെ 22 മാവോവാദികൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. നിരോധിത മാവോവാദി സംഘടനയുടെ ആന്ധ്രാപ്രദേശ്, ഒഡീഷ ബോർഡർ ഡിവിഷന് കീഴിൽ തെലങ്കാന സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവരുമാണ് കീഴടങ്ങിയത്. ശ്രേഷ്ഠം കത്തോലിക്ക ബാവ സ്ഥാനാരോഹണം നാളെ എന്നുള്ള വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം നൽകുന്നു. 28 കർഷകരുടെ രാജ്യവ്യാപക പ്രതിഷേധം എന്ന വാർത്തയ്ക്ക് ഇടമുണ്ട്. ദളിത് മുന്നേറ്റം വാക്കിലൊതുങ്ങുന്നു എന്ന തലക്കെട്ടോടുകൂടി ഗാന്ധിഗ്രാം ഫൗണ്ടേഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പത്മശ്രീ പുരസ്കാരം ജേതാവ് ലക്ഷ്മിക്കുട്ടിയമ്മയുമായി സൗഹൃദ സംഭാഷണം നടത്തുന്ന ചിത്രം നൽകിയിട്ടുണ്ട്. ശിശുക്ഷേമ സമിതിയിലെ 5 കുഞ്ഞുങ്ങൾ കൂടി ആശുപത്രിയിൽ എന്ന തലക്കെട്ടോടുള്ള വാർത്ത. തൈക്കാട് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലുള്ള 5 കുഞ്ഞുങ്ങൾ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പനിയും ജലദോഷവും ബാധിച്ചാണ് കുഞ്ഞുങ്ങളെ SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ 6 കുഞ്ഞുങ്ങളാണ് ചികിത്സയിലുള്ളത്. സമ്പത്തിൻ്റെ സഹോദരൻ കസ്തൂരി ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ്. CPM നേതാവായിരുന്ന K അനിരുദ്ധൻ്റെ മകനും മുൻ MP സമ്പത്തിൻ്റെ സഹോദരനുമായ കസ്തൂരിയെ ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അരങ്ങേറ്റം അവിസ്മരണീയമാക്കി മലയാളി താരം വിഘ്നേഷ്. IPL ക്രിക്കറ്റ് ഞായറാഴ്ച ചെന്നൈക്കെതിരെ 3 വിക്കറ്റ് വീഴ്ത്തി മലയാളി താരം വിഘ്നേഷ് പുത്തൂരിനെ അഭിനന്ദിക്കുന്ന മുംബൈ ഇന്ത്യൻസ് നായകൻ സൂര്യകുമാർ യാദവ്. IPL മലപ്പുറം സ്വദേശിയായ വിഘ്നേഷിൻ്റെ അരങ്ങേറ്റ മത്സരമായിരുന്നു ഇത്. കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ മരണസംഖ്യ കുറയുന്നത് പെൻഷൻ ബാധ്യത കൂട്ടി സജി ചെറിയാൻ. ടെൻഷൻ കുറയ്ക്കുന്ന വാർത്ത വല്ലതുമുണ്ടോ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ. പ്രഖ്യാപനം ഇന്ന് എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ഒപ്പം ചിത്രവും നൽകിയിട്ടുണ്ട്. RSS ശതാബ്ദിക്ക് വിജയദശമിയോടെ തുടക്കമെന്ന വാർത്തയ്ക്ക് ഇടമുണ്ട്. RSS ശതാബ്ദി പ്രവർത്തനങ്ങൾക്ക് വിജയദശമിയോടെ തുടക്കമെന്ന് RSS സർവകാര്യവാഹ് ദത്താത്രേയ ഹോസംബാളെ. വാർഷികങ്ങൾ ആഘോഷിക്കുന്നത് സംഘത്തിൻ്റെ രീതിയല്ല, അത് ആത്മപരിശോധനയ്ക്കും സമാജത്തെ ഒപ്പം ചേർത്ത് സംഘപ്രവർത്തനം മുന്നോട്ട് നയിക്കുന്നതിനും രാഷ്ട്രകാര്യത്തിൽ സ്വയം സമർപ്പിക്കുന്നതിനുമുള്ള അവസരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് താഴെ അഹല്യയിടത്തേക്ക് യാത്രാമൊഴി, ജീവിതവും ആദർശവും പ്രചോദനമെന്ന് പ്രധാനമന്ത്രി എന്നുള്ള വാർത്തയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച BJP നേതാവ് അഹല്യ ശങ്കറിൻ്റെ ഭൗതികദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ CK പത്മനാഭൻ പുഷ്പചക്രം സമർപ്പിച്ചു. മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടനാ ലംഘനം RSS എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ജന്മഭൂമി വഖഫ് നിയമം റദ്ദാക്കണമെന്ന ആവശ്യം ന്യായം, അധിനിവേശം മനോഭാവമുള്ള ആളുകൾ രാജ്യത്തിന് അപകടം എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രധാന തലക്കെട്ടുകൾ. മാധ്യമത്തിലേക്ക് വരുമ്പോൾ വസതിയിൽ നോട്ട് കൂമ്പാരം നിഷേധിച്ച് ജസ്റ്റിസ് വർമ്മ. പാറിപ്പറന്ന നോട്ട് കഷ്ണങ്ങൾ. കത്തിക്കരിഞ്ഞ നോട്ടുകളുടെ ദൃശ്യം സുപ്രീം കോടതി തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്നു എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. മാധ്യമം ഇടതുഭാഗത്ത് 37 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം റോമിലെ ജമലി ആശുപത്രിയിൽ ജനലിലൂടെ വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രം നൽകുന്നു. അതിന് താഴെ ഗസ സൈനിക ഭരണത്തിലേക്ക് ചർച്ചയ്ക്കായി ഇസ്രായേൽ മന്ത്രിയും ഉന്നതതല സംഘവും US എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. പൊലിഞ്ഞത് 1.5 ലക്ഷം ജീവൻ. ഹമാസ് പൊളിറ്റ് ബ്യൂറോ അംഗം സലാഹ് ബർദവിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. ആകെ കൊല്ലപ്പെട്ടവർ 5021 പേർ. കുട്ടികൾ 17,000. പരിക്കേറ്റവർ 1,13,224 പേർ. നയിക്കാൻ മറുനാടൻ മലയാളി രാജീവ് ചന്ദ്രശേഖരൻ BJP പ്രസിഡന്റ്. വ്യവസായ പ്രമുഖൻ BJPയെ നയിക്കുന്നത് ഇതാദ്യം നിർദ്ദേശിച്ചത് കേന്ദ്ര നേതൃത്വം എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ലഹരി വ്യാപനം സർക്കാരിനെതിരെ കത്തോലിക്ക സഭ. സമുദായത്തെ തകർക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന താമരശ്ശേരി രൂപത എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ലോക്കോ പൈലറ്റ് പരീക്ഷ അനിശ്ചിതത്വത്തിൽ എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. റെയിൽവേ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്കുള്ള 2ാം ഘട്ട പരീക്ഷയിലെ അനിശ്ചിതത്വം തുടരുന്നു. ബുധൻ രാവിലെ 9 കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥികൾ ഹാളിലെത്തിയ ശേഷവും പൊടുന്നനെ പരീക്ഷ മാറ്റിവെച്ചതിന് പിന്നിൽ ചോദ്യചോർച്ചയെന്ന് സംശയം ബലപ്പെട്ടു. ക്ഷേമ പെൻഷൻ 1 ഗഡു കൂടി അനുവദിച്ചു എന്നുള്ള വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം നൽകുന്നു. ദേശാഭിമാനി. ഇടതുഭാഗത്ത് പാർട്ടി കോൺഗ്രസ് കരട് സംഘടനാ റിപ്പോർട്ടിന് അംഗീകാരം എന്നുള്ള വാർത്തയ്ക്ക് ഇടമുണ്ട്. ഉള്ളിക്ക് വിലയിടിഞ്ഞു, കയറ്റുമതി തീരുവ നീക്കി. സവാള വില 40% കുറഞ്ഞതിന് പിന്നാലെ 20% കയറ്റുമതി തീരുവ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. തീരുവ കുറയ്ക്കാനുള്ള തീരുമാനം ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേന്ദ്രം സവാളയ്ക്ക് 20% കയറ്റുമതി തീരുവ ഏർപ്പെടുത്തിയത്. ഏഷ്യാൻ മുതലാളി BJP പ്രസിഡന്റ് എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ദേശാഭിമാനി. ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളോട് അവസാനിക്കുന്നു. നാളെ മറ്റ് പത്രവിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.